ബീഹാറിലെ പാടലിപുത്ര റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. സർക്കാർ ജോലിക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളുടെ ഭാവി ആശങ്കയിലാക്കിയ ഒരു സംഭവമാണിത്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പോകാൻ ട്രെയിനുകൾ കിട്ടാത്തതിനെ തുടർന്ന് പാളത്തിലിറങ്ങിയ ഉദ്യോഗാർത്ഥികളും പോലീസും തമ്മിലുണ്ടായ സംഘർഷം വലിയ വാർത്തയാവുകയാണ്. വെറുമൊരു യാത്രാ തടസ്സമല്ല, മറിച്ച് തൊഴിലന്വേഷിക്കുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ നിസ്സഹായാവസ്ഥയാണ് ഇവിടെ പ്രകടമാകുന്നത്. സംഭവം നടന്നത് ശനിയാഴ്ച രാത്രിയാണ്. ബീഹാർ എക്സൈസ് കോൺസ്റ്റബിൾ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളാണ് പാടലിപുത്ര സ്റ്റേഷനിൽ തടിച്ചുകൂടിയത്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ സ്പെഷ്യൽ ട്രെയിനുകൾ വേണമെന്നായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം. എന്നാൽ ട്രെയിനുകൾ അപര്യാപ്തമാണെന്നും ഉള്ളവയിൽ തന്നെ അമിതമായ തിരക്കാണെന്നും ഉദ്യോഗാർത്ഥികൾ പരാതിപ്പെടുന്നു. തങ്ങളുടെ കരിയറിലെ നിർണായകമായൊരു പരീക്ഷ നഷ്ടപ്പെടുമെന്ന ഭീതിയാണ് അവരെ പാളത്തിലിറങ്ങാൻ പ്രേരിപ്പിച്ചത്. ഈ നിരാശയാണ് ക്രമേണ പ്രതിഷേധമായി മാറിയത്. പ്രതിഷേധം കനത്തതോടെ സ്റ്റേഷനിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു. ട്രാക്കുകളിൽ കുത്തിയിരുന്ന് ട്രെയിനുകൾ തടഞ്ഞ ഉദ്യോഗാർത്ഥികൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ അവഗണനയിൽ രോഷാകുലരായിരുന്നു. ഇതിനിടയിൽ സ്റ്റേഷന് നേരെ കല്ലേറുണ്ടായി. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും കാര്യങ്ങൾ കൈവിട്ടുപോയി. ലാത്തിചാർജ് നടത്തേണ്ടി വന്ന പോലീസ് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകവും പ്രയോഗിച്ചു. ക്രമസമാധാനം തകർക്കുന്ന രീതിയിൽ നീങ്ങിയ പ്രതിഷേധക്കാരെ നേരിടാൻ പോലീസ് കടുത്ത നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ റെയിൽവേ അധികൃതരുടെ ഭാഗം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ യാത്ര സുഗമമാക്കാൻ 16 പ്രത്യേക ട്രെയിനുകൾ സജ്ജീകരിച്ചു എന്നാണ് റെയിൽവേ വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് ഈ സംവിധാനങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഫലപ്രദമായില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. കൂടാതെ സമാധാനപരമായ പ്രതിഷേധത്തിൽ ചില അസാമൂഹിക ശക്തികൾ നുഴഞ്ഞുകയറി അക്രമം അഴിച്ചുവിടുകയായിരുന്നുവെന്നും CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം ഇതാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷമായ ഒരു സംസ്ഥാനത്ത് ഒരു പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ പോലും വിദ്യാർത്ഥികൾക്ക് ഇത്രയധികം പോരാടേണ്ടി വരുന്നത് ഖേദകരമാണ്. ഭരണകൂടം പരീക്ഷകൾ നടത്തുമ്പോൾ അതിനുള്ള ലോജിസ്റ്റിക് സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് യാത്രാ സൗകര്യങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങൾ ഇത്തരമൊരു ഗതാഗത പ്രതിസന്ധിയിൽ തകർന്നു പോകരുത്. പരീക്ഷാ നടത്തിപ്പിലും യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും കൂടുതൽ ഉത്തരവാദിത്തം സർക്കാർ കാണിക്കേണ്ടിയിരിക്കുന്നു.